വെക്കുന്നത് എന്തിനാണ്? അതിനെയാണ് സംവരണം എന്ന് പറയുന്നത്. യഥാർത്ഥ സംവരണം അതാണ്. ജാതി കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ ജാതി പേര് വെക്കത്തില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്ന ഐഡിയകൾ വിചാരിക്കുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിലും ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ജാതിവാലുള്ളവരെ ഇരിക്കൂ. അതാണ് സംവരണപരമായ പേപ്പർ നോക്കുമ്പോ പേര് നോക്കാതാക്കുന്ന ഒരു പണി നമ്മളിപ്പോ ചെയ്യാറില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഈ പേര് എഴുതണമായിരുന്നു. ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് നമ്പർ എന്ന് വയ്ക്കുന്നത് ഈ വിവേചനം ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പക്ഷെ അതും എല്ലാവർക്കും അറിയാം. എവിടെ എപ്പോ അറിയാം? പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് വൈവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ തന്റെ എത്ര മാർക്ക് താൻ മേടിച്ചാലും തോക്കുക. ഇതൊക്കെ ആരോട് പറയുകയാണ്? ഇവിടുത്തെ PSC കമ്മീഷനും ഇവിടുത്തെ എന്താണ് എൻട്രൻസ് എന്ന് പറയുന്ന സാധനം. നേരത്തെ ഞാൻ പറഞ്ഞില്ല, എൻട്രൻസിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വെക്കുന്നത് വഴി ഒരൊറ്റ ആദിവാസി കുഞ്ഞും എൻട്രൻസ് ചെയ്യത്തില്ല. കാരണം അവരുടെ ബുദ്ധി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് വേറെ. ഇത്ര അറിയണം. IAS മുഴുവൻ IASയുടെ മക്കള് തന്നെയായിരിക്കും ഉണ്ടാകും. അങ്ങനെ പറയാൻ പറ്റുമോ? കണക്കെടുപ്പ് നോക്കുന്നുണ്ടല്ലോ. ഈ ജാതി സെൻസസ് എടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ എല്ലാവരുടെ ബഹളം വയ്ക്കുന്ന ആരാണത്? ബഹളം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം പുറത്താണ്. എല്ലാവർക്കും അറിയാം. ലോകം ഏത് പേപ്പർ മുഴുവൻ നടത്തുന്ന ഇവരാ. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ലോകത്തിൽ പേപ്പറുകൾ മുഴുവൻ നടത്തുന്നത്. ഇപ്പൊ വാർത്തകൾ മുഴുവൻ ഇവരാ ഉണ്ടാക്കുന്നത്. പടച്ചു വിടുന്ന വാർത്തകളല്ലാത്ത ഒരു വാർത്തയും നാം വായിക്കത്തില്ല. അമേരിക്കൻ ഗവൺമെന്റിന് അനുകൂലമായി ചിന്തിക്കാൻ ഉണ്ടാക്കുന്ന ന്യൂസുകൾ മാത്രമേ ലോകവ്യാപകമായി വരത്തുള്ളൂ. ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് ഈ ജാതീയമായി നിൽക്കുന്ന സമൂഹത്തിന്റെ വാർത്തകളല്ലാത്ത ഒരു വാർത്തയും താനെ ഒരു ന്യൂസിനകത്ത് വായിക്കത്തില്ല. ഇയാൾ ഈ വാർത്ത വായിച്ച് എന്നോട് പറയാതെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇയാൾ എന്നെ വിളിച്ചുവിടുന്നത് ഈ വിഷയം പറയേണ്ടി വരുന്നത് എന്നെ വിളിക്കത്തില്ല ഇവിടുത്തെ മെയിൻ സ്ട്രീം. അത്ര അറിയണം. അവര് വിളിക്കത്തില്ല. അവർക്ക് കയ്യബദ്ധം വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ഉണ്ടാക്കില്ല. ദൂരദർശനം ഒരു കാലത്ത് തന്നെ വിളിക്കത്തില്ല. ഞാൻ ഇപ്പൊ എനിക്ക് തന്നെ 35 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്യുന്ന കാലമാണ്. ഒരിക്കലും വിളിച്ചിട്ടില്ല. അവർക്കറിയാം എന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് പറയുമെന്നറിയാം. എനിക്ക് അവരെ പേടിയില്ലെന്നറിയാം. നാളെ എന്നെ അടുത്ത ദിവസം കൂടെ വിളിക്കണമെന്ന് വിചാരിക്കുന്നവൻ മാത്രമാണ് അങ്ങനെയാണ് അച്ചടക്കം. എനിക്ക് രണ്ടുപേർക്ക് അച്ചടക്കം ഉള്ളവരാ. എനിക്ക് അച്ചടക്കം ഇല്ല. എനിക്ക് സ്വയം അറിഞ്ഞു പെരുമാറുന്ന ആളാണ്. ഞാൻ ആരും കൊന്നിട്ടില്ല, ആരും വെട്ടിയിട്ടില്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ സകല സോഷ്യൽ മീഡിയയിലും കാണാം. സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ സകല ന്യൂസും സകല വിദ്യാഭ്യാസവും ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ കോടതി മുഴുവൻ ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ പോലീസ് മുഴുവനും എന്നാൽ അതിനകത്ത് IPS എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, ബാക്കിയൊക്കെ ദരിദ്രവാസികളാണ്. പക്ഷേ സാധാരണക്കാർ അവരാണ് അടി മേടിക്കുന്ന തല്ലുകൊള്ളുന്നവര്. അവരുടെ അച്ഛനെ അമ്മയെ അടിക്കാനാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. സാധാരണ പട്ടാളക്കാര് എല്ലാം ദരിദ്രവാസികളായി. അവരായിരിക്കും അവിടെ വെടിവണ്ടി ചാകുന്നത്. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ മുഴുവനും വളരെ കൃത്യമായിട്ട് എത്തുന്നവരാണ്. സുഹൃത്തുക്കളെ, ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് അംഗീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ വലിയ ഡൗട്ട് ഉണ്ടായിരിക്കും. പലപ്പോഴും ഇദ്ദേഹം എല്ലാവർക്കും ഒരു വേണ്ടാത്തൊരു മനുഷ്യനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് എന്നൊക്കെയാണ് പല ആളുകളും പറയാറുള്ളത്. എന്നാൽ അതിനൊപ്പം തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വാർത്ത കൂടി കേൾപ്പിക്കാം. ഇദ്ദേഹം പറയുന്നത് കേരളത്തില് പട്ടികജാതിക്കാർക്ക് SC/STക്കാർക്ക് ഒരു തരത്തിലും നീതി ലഭിക്കില്ല എന്നുള്ളതാണ്. അത് മുഴുവൻ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. കണ്ടുനോക്കൂ. മിനിസ്റ്റർ, ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ളൊരു വാർത്തയാണ് മിനിസ്റ്റർ. ഇതിപ്പോൾ കിളിമാനുള്ളിൽ നിർധനരായ പട്ടികജാതി കുടുംബങ്ങളാണ്. അവരുടെ വീട് അറ്റകുറ്റപ്പണിക്ക് ഈ പട്ടികജാതി ഫണ്ടിൽ നിന്നുള്ള 1.5 ലക്ഷം രൂപ അത് അനുവദിക്കുന്നു. പക്ഷെ ആ പൈസ ആ വീട്ടുകാർക്ക് ചെലവഴിച്ച് നന്നാക്കാൻ പറ്റില്ല. അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു. ഒരു ഡ്രൈവർ ഉണ്ട്,
ആ ഡ്രൈവറെ തന്നെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ആ പണം വാങ്ങിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് വീട് പാതി വഴിയിലാണ് പണി ചെയ്തിരിക്കുന്നത്. അത് ജനലുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. വീടിന്റെ പകുതി ഭാഗമാക്കി താമസ യോഗ്യമല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 1.5 ലക്ഷം രൂപ ഈ പറയുന്ന ആൾക്ക് കൊടുത്താൽ മാത്രമേ അത് നന്നാക്കുകയുള്ളൂ എന്നില്ലാത്തൊരു ചട്ടം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. മിനിസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും? 2 കുടുംബങ്ങളാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, നിങ്ങളിപ്പോ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയതാലും നന്നായി. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ റിപ്പോർട്ടർ ചാനലാണ് ഈ ഒരു പരാതി ഇപ്പൊ ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും വളരെ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കാം. പരിശോധിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇവരവരെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതെ, ചൂഷണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള നിയമ നടപടി നമ്മൾ ഏതായാലും പരിശോധിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ കുടുംബത്തിന് ഈ വിഷയം പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യം കണ്ടില്ലേ, കിളിമാനൂരിലാണ്, അടുത്ത ദൂരമൊന്നുമില്ല. കിളിമാനൂരില് പട്ടികജാതി കുടുംബങ്ങൾ കുറച്ചുണ്ട്. അവർക്ക് വീട് നേരാക്കാനും മറ്റും പഞ്ചായത്തിലും കിട്ടുന്ന തുകയാണ് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ഒക്കെ. അത് എത്രത്തോളം തികയും, എത്രത്തോളം വീട് നേരാക്കാൻ കഴിയുന്നൊക്കെ കാര്യം വേറെ. അതിഭീകരമായിട്ടുള്ള കൂലിയാണ്, അതിഭീകരമായിട്ടുള്ള പറ്റിക്കലാണ് അവിടെയൊക്കെ നടക്കുന്നത്. എന്തായാലും ഇത് കിട്ടിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ മെമ്പർ എല്ലാവരും കൂടിയിട്ട് ഈ പണം അവർക്ക് കൊടുക്കുക മാത്രമല്ല, അത് തിരികെ വാങ്ങിച്ചിട്ട് അവർ ഡ്രൈവർ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നുമുണ്ട് അവർ വാങ്ങിച്ചു. നോക്കൂ, അവരിപ്പോഴും പട്ടിണിയില്ല. അതിലത്തെ ചില വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല അവർ. അങ്ങനെ അവരുടെ പട്ടിണിയിൽ ജീവിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ്, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, SC ST മാത്രമായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് ഈ 6 പട്ടിണി കോലങ്ങൾ SC ST മാത്രമായിട്ട് മാറുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് കുറച്ചു നേരത്തെ നമ്മുടെ മൈത്രേയൻ ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ജാതീയമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കുവാൻ, അതിനെ ഒന്ന് ലംഘിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല. അത് നടത്താൻ സമ്മതിക്കില്ല. അത് നടത്താൻ വേണ്ടി വേടനെ പോലെ ചില ആളുകളൊക്കെ വരുമ്പോൾ വേടൻ ജാതിവാദിയായിട്ട് മാറും. ജാതീയമായിട്ട് മാത്രം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ ജാതി ഉണ്ടെന്ന് പറയുന്നവൻ ജാതിവാദിയായിട്ട് മാറുകയും അതേസമയം ആ ജാതിയൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടടക്കുകയും അത് പോറ്റുകയും അതിനെ തിന്ന് കൊഴുപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ടുള്ള ആളുകളായിട്ട് തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. നിങ്ങൾക്ക് ആ വിരോധാഭാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് മൈത്രേയനെയും ഈ 2 വീഡിയോയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത്. സുഹൃത്തുക്കളെ, ബൈ. ഒപ്പം ഉണ്ടാവണേ, ഒന്ന് സബ് ചെയ്യണം പുതിയ ആളുകളാണെങ്കിൽ. ബൈ.